ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്കിലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിനെ കുറിച്ചാണ്. സെബി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. നമ്മൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന സംഭവം തന്നെയാണ് സെബി എന്ന് പറയുന്നത്. ഞാൻ എടുക്കാൻ പോകുന്നത് സെബി എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവും ഫങ്ഷൻസും അതിന് കുറച്ച് കാര്യങ്ങളാണ്. നമുക്കിന്ന് സെമിനാറിലേക്ക് പോകാം. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി. The Securities and Exchange Board of India is the regulator of the securities and commodities market in India, owned by the Government of India. It was established on 12th April 1988 and gives statutory powers on 13th January 1992 through the SEBI Act 1992. Then stock exchange in India were continued to be regulated directly by the Government of India under powers conferred in terms of Security Contract Act 1956 up to the late 18th up to 1992. The capital primary market was controlled by the Controller of Capital Issue CCI, formed under the Capital Issue Contract Act. എന്താ പറയണേ? Then the Securities and Exchange Board of India is the regulator of the security and commodities market in India, owned by the Government of India. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സെക്യൂരിറ്റികളുടെയും കമ്മോഡിറ്റി മാർക്കറ്റുകളുടെയും റെഗുലേറ്ററാണ് എന്ത് പറയുന്നത്, സെബി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th April 1988. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏപ്രിൽ 12-ാം തീയതി 1998 ആൻഡ് ഗീവ് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് ജാനുവരി 30, 1992. ദെൻ സെബി ആക്ട് വന്നതും 1992. ഓക്കെ, The stock exchange in India were continued to be regulated directly by the Government of India under power conferred in terms of Security Contract Act 1956 up to the late of 18. എന്താ പറയുന്നത്, 80കളുടെ അവസാനം വരെ 1992 വരെ 80കളുടെ അവസാനത്തോടെ 1992 ക്യാപിറ്റൽ ഇഷ്യൂ കരാർ പ്രകാരമായിരുന്നു ഇത് ഇത് നിയന്ത്രിച്ചിരുന്നത്. പിന്നീടാണ് ദെൻ എന്താ പറയുന്നത് അപ് ടു 1992 ശേഷം, അതിന് മുമ്പ് നമ്മൾ സെക്യൂരിറ്റി ഇഷ്യൂ കരാർ പ്രകാരമായിരുന്നു. ദെൻ 1992 ദി ക്യാപിറ്റൽ പ്രൈമറി മാർക്കറ്റ് വാസ് കൺട്രോൾഡ് ബൈ ദി കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ ഫോംഡ് അണ്ടർ ദി ക്യാപിറ്റൽ ഇഷ്യൂ കോൺട്രാക്ട്. ക്യാപിറ്റൽ ഇഷ്യൂ കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പ്രകാരമാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പറയണത്. സെബി എന്ന് പറഞ്ഞാൽ അകത്രേ ഉള്ളൂ പറയാൻ. 1988 ഇത് ഫോം ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് 1992. സെബി ആക്ട് എന്ന് പറയുന്നത് 1992. 80കളുടെ അവസാനത്തോടെയാണ് 80കളുടെ അവസാനത്തോടെ ക്യാപിറ്റൽ ഇഷ്യൂ കോൺട്രാക്റ്റ് ആക്ട് വന്നതും പിന്നെ അവരെ ഈ ആക്ട് പ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ പിന്നെ നോക്കാനുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് സെബി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ദി സെബി ഹാസ് 7 ബോർഡ് മെമ്പേഴ്സ് വിത്ത് ദി ഫോളോവിങ് സ്ട്രക്ചർ. 7 മെമ്പേഴ്സാണ് നമുക്ക് സെബിക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ദി ചെയർമാൻ ഹൂ ഈസ് നോമിനേറ്റഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെയർമാനായിരിക്കും ഫസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ, 2 members formed under യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി. യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയിലെ 2 members, 2 members അവിടെ നിന്ന്. ദെൻ പിന്നെ 1 member ഫ്രം ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിലെ 1 member.
Okay, then remaining 5 members are nominated by the nominal government of India out of the യൂണിയൻ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 5 മെമ്പേഴ്സ്. ഓക്കെ, അങ്ങനെ 7 ആൾക്കാർ. ഒന്ന് ചെയർമാന്, ഗവൺമെൻറ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെയർമാന് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിയിലെ 2 മെമ്പേഴ്സ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 1 മെമ്പർ. ദെൻ വേറെ 5 മെമ്പേഴ്സ് എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള 5 മെമ്പേഴ്സ്. ഓക്കെ, സെബി ഹാസ് ടു ബി റെസ്പോൺസീവ് ടു 3 ഗ്രൂപ്പ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി മാർക്കറ്റ്. 3 മാർക്കറ്റിനെയാണ് അവർ 3 ഗ്രൂപ്പായിട്ടാണ് അവർ മാർക്കറ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ദി ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, ദി മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ 3 ഗ്രൂപ്പാണ് അവർക്കുള്ളത്. ഓക്കെ അല്ലേ. ദെൻ റീസൺ ടു ഫോം സെബി ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് വണ്ണാണ് മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസസ്. സെക്യൂരിറ്റി പ്രൈസൊക്കെ നല്ല കൃത്യമായ രീതിയിൽ കൊടുക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പ്രൈസിന് ഒരു കുഴപ്പമില്ലാതെ റിജിഡ് ഉണ്ടാവില്ല, അതാണ് പറയുന്നത്. പിന്നെ ഇൻസൈഡ് ട്രേഡിങ്, ആന്തരികമായിട്ടുള്ള ട്രേഡിംഗ് ആയിരിക്കും, അതായത് ഇൻസൈഡർ ആയിരിക്കും, ഔട്ട്സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കില്ല. പിന്നെ ഡിലേ ഉണ്ടായിരിക്കില്ല, അതിൻ്റേതായിട്ടുള്ള ടൈമിങ്ങിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ടൈമിങ്ങിലായിരിക്കും മണി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. ദെൻ ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്, ന്യായമായിട്ടുള്ള ഇടപാടുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് കൺട്രോൾ ഓഫ് ബ്രോക്കേഴ്സിനെ മേൽനോട്ടം വയ്ക്കുക, കൺട്രോൾ ചെയ്യാം, അതാണ് പറയുന്നത്. മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസ് റിജിങ്, പിന്നെ ഇൻസൈഡർ ട്രേഡിങ്, ഡീലേ, ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്. ഇത്രയുള്ള റീസൺസ് ഫോർ ഫോമിങ് സെബി എന്ന് പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സെബി ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് സെബിക്കുള്ളത്? ടു മോണിറ്റർ ദി ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ അത് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക. സെക്കൻഡ് വൺ, ടു സേഫ് ഗാർഡ് ദി റൈറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ റീസൺസ് പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ തേർഡ് വൺ, ടു ക്ലബ് ഫ്രോഡ്ലൻഡ് പ്രാക്ടീസ് ബൈ മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻ ആൻഡ് സെൽഫ് റെഗുലേഷൻ. നമ്മുടെ സ്റ്റേറ്റ് നിയമപ്രകാരം ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മുടെ സെൽഫ് റെഗുലേഷൻ തമ്മിലുള്ള ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു താരതമ്യം, അതാണ് പറയണത്. ടു ഡിഫൈൻ ദി കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ് ആൻഡ് അതർ ഇൻ്റർമീഡിയറീസ്. അതായത് ബ്രോക്കേഴ്സിൻ്റെയും അണ്ടർറൈറ്റേഴ്സിൻ്റെയും ഇൻ്റർമീഡിയറീസിൻ്റെയും പെരുമാറ്റം നമ്മൾ കണ്ടക്ട് ചെയ്യുക, നിർവഹിക്കുക, അതാണ് 4 ഒബ്ജക്റ്റീവാണുള്ളത്. മോണിറ്റർ ദി ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. സേഫ് ഗാർഡ് ദി റൈറ്റ് ടു ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ടു ക്ലബ് ഫ്രോഡ്ലൻഡ് പ്രാക്ടീസ് ബൈ മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻ ആൻഡ് സെൽഫ് റെഗുലേഷൻ. സ്റ്റേറ്റ് നിയമപ്രകാരം ഉള്ള ചട്ടങ്ങളും സ്വയം നിയന്ത്രണവും തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥ നിലനിർത്തുന്നുണ്ടോ, അതോ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണോ നടക്കുന്നതെന്ന് നോക്കുക, അത് തടയുക നമുക്ക്, അതാണ് പറയുന്നത്. ടു ഡിഫൈൻ ദി കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ് ആൻഡ് അതർ ഇൻ്റർമീഡിയറ്റ്സ്. ബ്രോക്കേഴ്സിൻ്റെയും അണ്ടർറൈറ്റേഴ്സിൻ്റെയും മറ്റ് ഇടനിലക്കാരെയും പെരുമാറ്റച്ചട്ടം നമ്മൾ നിർവഹിച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ഫങ്ഷൻസ്. എന്തൊക്കെ ഫങ്ഷൻസാണ് ഉള്ളത് നോക്കാം.
പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷന്, സെൽഫ് നിയന്ത്രിതമായിട്ടുള്ള ഓർഗനൈസേഷനെ പ്രോത്സാഹിപ്പിക്കുക. ദെൻ പ്രോഹിബിറ്റിംഗ് ഫ്രോഡ്ലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് യാഥാർത്ഥ്യമാക്കുന്ന ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നിരോധിക്കാം. ദെൻ പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷനും അവരോടുള്ള ട്രെയിനിങ്ങൊക്കെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. പ്രോഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്, ഇൻസൈഡ് ട്രേഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിരോധിക്കാം, പ്രോഹിബിറ്റ് ചെയ്യാം. ദെൻ റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ടേക്ക് ഓഫ് കമ്പനീസ്, ഷെയറുകളുടെ ഗണ്യമായ ഏറ്റെടുക്കൽ നിയന്ത്രിക്കുക. ദെൻ വേറെ കമ്പനികൾ വേറെ ഏറ്റെടുക്കുകയും ചെയ്യുക. അത് റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ടേക്ക് ഓവർ, അധികമായിട്ടുള്ള സെക്യൂരിറ്റീസൊക്കെ ഏറ്റെടുക്കുന്നത് കുറയ്ക്കുക, നിരോധിച്ച് കൊണ്ടുവരിക. ദെൻ കളക്റ്റിംഗ് ഇൻഫർമേഷൻ, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, കണ്ടക്റ്റിംഗ് എൻക്വയറി ആൻഡ് ഓഡിറ്റ് ഓഫ് എക്സ്ചേഞ്ച്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് അതർ പേഴ്സൺസ് അസോസിയേറ്റഡ് വിത്ത് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ആൻഡ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഇൻ ദി സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക, എൻക്വയറി നടത്തുക, ഓഡിറ്റ് ഓഫ് എക്സ്ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുക. ദെൻ ലേയിങ് ഫീസ് ഓർ ചാർജസ്, ഫീസോ വേറെ എന്തെങ്കിലും ചാർജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഈടാക്കുക. കണ്ടക്റ്റിംഗ് റിസർച്ചിങ് ഫോർ എബോ പർപ്പസ്, നമ്മൾ മുകളിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മളിവിടെ പറഞ്ഞല്ലോ കളക്റ്റിംഗ് ഇൻഫർമേഷൻ, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻ, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മളിവിടെ റിസർച്ച് ചെയ്യാം. ദെൻ പെർഫോമിംഗ് സച്ച് അതർ ഫങ്ഷൻസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, ഇറ്റ് ഷാൾ ബി ദി ഡ്യൂട്ടി ഓഫ് ബോർഡ് ഓർ പ്രൊട്ടക്ട് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് ടു പ്രൊമോട്ട്. മുകളിൽ പറഞ്ഞില്ലേ, പ്രൊമോട്ടിംഗ് സച്ച് അതർ ഫങ്ഷൻസ് മേ പ്രിസ്ക്രൈബ്ഡ്, നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ബോർഡിൻ്റെ കടമയാണ്. അത് നമ്മൾ ബിസിനസ് നിയന്ത്രിച്ചു കൊണ്ട് നടക്കുക. അതായത് ഷാൾ ബി ദി ഡ്യൂട്ടി ഓഫ് ദി ബോർഡ് ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്റ്റ് നമ്മൾ നോക്കുക, അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. Then regulating the business in stock exchange and any other security market. Regulating business stock exchange and any other security market. റെഗുലേറ്റ് ചെയ്യുക, ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് അത് സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് റെഗുലേറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. ദെൻ രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദി വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് കളക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇൻക്ലൂഡിങ് മ്യൂച്വൽ ഫണ്ട്സ്. അത് വെർച്വൽ ക്യാപിറ്റൽ ഫണ്ടുകളുടെ പ്രവർത്തനമൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ക്രമീകരിക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള നിക്ഷേപ പദ്ധതികൾ ശേഖരിക്കുക ചെയ്യുക, അതാണ് പറയണത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു 10 പോയിൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് പവേഴ്സ്. എന്തൊക്കെ പവേഴ്സാണ് സെബിക്കുള്ളത്? കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺ ഫ്രം ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആനുകൂലികമായിട്ടുള്ള വരുമാനം, അതായത് പീരിയോഡിക്കലായിട്ട് കിട്ടുന്ന ആ വരുമാനം കിട്ടുക, കോൾ ചെയ്യുക. ദെൻ കോൾ എനി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി അഫയേഴ്സ് ടു ദി exchange or members from the recognized stock exchange or members. സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻസും അതിൻ്റെ കോളേജിലുള്ള എക്സ്പ്ലനേഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്യാം, അതാണ് പറയണത്. ടു കംപ്ലൈ പബ്ലിക് കമ്പനീസ് ലിസ്റ്റ് ദെയർ ഷെയർസ്. നമ്മൾ പബ്ലിക് കമ്പനിക്ക് കൊടുക്കുന്ന ഷെയർസൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കാം. ടു ഗീവ് ഡയറക്ഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ജനറൽ ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ പർട്ടിക്കുലർ ടു മേക്ക് റൂൾസ് ഓർ
അമെൻഡ് റൂൾസ് നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിച്ച റൂൾസിലൂടെ അമെൻഡിലൂടെയാണോ പോകുന്നതെന്ന് ജനറേറ്റ് ചെയ്യാം. അതാണത്. ടു സൂപ്പർസെറ്റ് ബി ഗവേണിംഗ് ബോഡി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും റൂൾസൊക്കെ വരികയാണെങ്കിൽ നമ്മളത് അകറ്റി നിർത്തുക. അതാണ് പറയണത്. ദെൻ ടു സൂപ്പർസെറ്റ് ദി ബിസിനസ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബിസിനസ്സിൽ നിന്ന് വരുന്ന റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിസിനസ്സിന് വരുന്ന അവഗണനകളൊക്കെ നമ്മൾ അകറ്റി നിർത്തുക. അതാണ് പറയണത്. ബാഡായിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ വരികയാണെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ പ്രോഹിബിറ്റ് കോൺട്രാക്ട് ഇൻ സർട്ടൻ കേസസ്. വേറെ എന്തെങ്കിലും കേസിലൊക്കെ കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ നമ്മളത് പ്രോഹിബിറ്റ് ചെയ്യുക, അവഗണിച്ച് വിടുക. ടു ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്തെങ്കിലും അംഗീകാരം കിട്ടുക, ഗ്രാൻഡായിട്ടുള്ള അംഗീകാരം കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. ദെൻ വിഡ്രോവൽ ഓഫ് റെക്കഗ്നേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്തെങ്കിലും അംഗീകാരം കിട്ടുകയാണെങ്കിൽ നമ്മളത് വിഡ്രോ ചെയ്യുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്. റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ബിസിനസ് ഓഫ് ഡീലിംഗ് സ്പോട്ട് ഡെലിവറി കോൺട്രാക്റ്റ്. സ്പോട്ട് ഡെലിവറി കോൺട്രാക്റ്റൊക്കെ ബിസിനസ് ഡീലിങ്ങിന് വരികയാണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാം. ദെൻ പവർ ടു ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഇൻ്റർമീഡിയറ്റുമായിട്ടുള്ള കോൺട്രാക്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അത്ര പറയണത്. പവേഴ്സ് എന്ന് പറയുന്നത് ഒരു 10 പോയിൻറ്റ്സ് ഉണ്ടാവും. ഇത്രയും പോയിൻറ്റ്സാണ് പവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താ? ദി ആക്ടിവിറ്റീസ് ഓഫ് സെബി ആർ ഡിവൈഡഡ് ഇൻ 4 ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. സെബിന്ന് നമ്മൾ ആക്ടിവിറ്റി ബേസിൽ 4 ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ദെൻ ആസ് പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. കറൻ്റ്ലി സെബി കൺസിസ്റ്റ് ഓഫ് ഫോളോവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ കറൻ്റായിട്ട് സെബി ഫോളോ ചെയ്യുന്നത് വേറെ കുറച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. ഫസ്റ്റ് വൺ പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, തേർഡ് വൺ the issue management and intermediary department, and fourth one the institutional investors, the fourth one institutional investors, the mergers and requisition, research and public department, then fifth one legal department, sixth one investigation department. ഈ 6 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ സെബി കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൈമറി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് പോളിസി മാറ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ് ഇഷ്യൂ റിലേറ്റഡ് ടു പ്രൈമറി മാർക്കറ്റ്സ്, രജിസ്ട്രേഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ആൻഡ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ, മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആൻഡ് റിഡ്രസൽ ഓഫ് ഗ്രിവൻസ്. എന്താ പറയുന്നത്? ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് പോളിസി മാറ്റേഴ്സ്, പോളിസീൻ്റെ കാര്യങ്ങളും, ആൻഡ് റെഗുലേറ്റ് ഇഷ്യൂ റിലേറ്റഡ് ടു പ്രൈമറി മാർക്കറ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും അത് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പ്രൈമറി മാർക്കറ്റാണ് നോക്കുന്നത്. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ, എന്തെല്ലാം രജിസ്ട്രേഷനാണോ. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസും നോക്കുന്നു. ആൻഡ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ SRO, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ നോക്കുന്നുണ്ട്. ദെൻ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ആൻഡ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസ്, ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദെൻ സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്? ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓൾസോ ടുക്ക് ആഫ്റ്റർ ദി പോളിസീസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദി സെക്കൻഡറി മാർക്കറ്റ്. നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്തിട്ടുള്ള പോളിസീസും അതിൻ്റെ റെഗുലേഷനും പ്രൈമറി മാർക്കറ്റിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്, ഫോർമുലേറ്റ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണെന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് മാറ്റർ റിലേറ്റഡ് വിത്ത് ഇറ്റ്. അഡ്മിനിസ്ട്രേറ്ററുമായിട്ടുള്ള മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാം ഡീൽ ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്. ഓക്കെ,
ദെൻ തേർഡ് വൺ ഈസ് ദി ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്താ പറയണത്? ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ വെൻഡിങ് ഓൾ പ്രോസ്പെക്ടേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ഓഫർ ഫോർ പബ്ലിക് ഇഷ്യൂ. നമ്മുടെ പബ്ലിക്കിന് കൊടുക്കുന്ന പ്രോസ്പെക്ടേഴ്സിൻ്റെയും പിന്നെ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെയും റൈറ്റ് ഇഷ്യൂവിൻ്റെയും കോർഡിനേറ്റിംഗ് വിത്ത് ദി പ്രൈമറി മാർക്കറ്റ് പോളിസി, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്താ? ഈ തേർഡ് വൺ ആയിട്ടുള്ള ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വെൻഡിങ് ഓൾ പ്രോസ്പെക്ടേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ഓഫറിംഗ് ഓഫ് പബ്ലിക് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, കോർഡിനേറ്റിംഗ് വിത്ത് ദി പ്രൈമറി മാർക്കറ്റ് പോളിസി, then for registration, regulation and monitoring of issue related intermediaries. കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറയണേ. ദെൻ ഫോർത്ത് വൺ ഈസ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ദി മെർജർ ആൻഡ് റിക്വിസിഷൻ റിസർച്ച് ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ്, IIMARP ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് പറയും. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറയുന്നത്? ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രെയിംസ് പോളിസീസ് ഫോർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രെയിംസ് പോളിസീസ് ഫോർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സുമായിട്ടെല്ലാം പോളിസീസ് എല്ലാം ഫോം ചെയ്യുന്നത് ഇവരാണ്. ദെൻ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് അതർ മാറ്റേഴ്സ് ലൈക്ക് പബ്ലിക്കേഷനും മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരെ തന്നെയാണ്. ദെൻ മെമ്പർഷിപ്പ് ഇൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലെ മെമ്പർഷിപ്പും എക്സെട്ര കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരാണ്. ദെൻ രജിസ്ട്രേഷൻ ഓഫ് FII. എന്താണ് FII? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീൽസ് വിത്ത് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്, IIMARP ഡിപ്പാർട്ട്മെൻറ്റ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടുള്ള രജിസ്ട്രേഷൻ എല്ലാം നോക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഫോറിൻ കാര്യങ്ങളിലുള്ള ട്രേഡും ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നാലാമത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മെർജർ ആൻഡ് റിക്വിസിഷൻ റിസർച്ച് ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നാണ് പറയണേ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇറ്റ് ടുക്ക് ആഫ്റ്റർ ഓൾ ലീഗൽ മാറ്റേഴ്സ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി ജനറൽ കൗൺസിലിങ്ങിന് ശേഷം സൂപ്പർവൈസറിൻ്റെ ജനറൽ കൗൺസിലിങ്ങിന് ശേഷമുള്ള എല്ലാ ലീഗൽ കാര്യങ്ങളും നോക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ്, ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ ഈസ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ക്യാരി ഔട്ട് ദി ഇൻസ്പെക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി ചീഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്നുണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ചീഫ് ഇൻവെസ്റ്റിഗേഷർക്ക് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മെയിനായിട്ട് ഇപ്പോൾ കറണ്ടായിട്ടുള്ളത് 6 ഡിപ്പാർട്ട്മെൻറ്റാണ് സെബിക്കുള്ളത്. ഇതിനു മുമ്പേ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തെങ്ങാണ്ട് 4 ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് സെബിനെ തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സെക്കൻഡറി മാർക്കറ്റും ദെൻ ഇഷ്യൂ മാനേജ്മെൻറ്റും ദെൻ ഇൻ്റർമീഡിയറ്റ് മാർക്കറ്റുമെൻറ്റും. പക്ഷേ ഇപ്പോൾ കറണ്ടായിട്ട് സെബി ഫോം ചെയ്തിട്ടുള്ളത് ഈ 6 ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒന്ന് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ദി ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ദി മെർജർ ആൻഡ് റിക്വിസിഷൻ റിസർച്ച് ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് സെബി എന്നും ദെൻ അത് ഫോം ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എത്ര മെമ്പേഴ്സാണ് അതിൽ സെബിക്ക് ഫോം ചെയ്തപ്പോൾ ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞു. 4 ഒബ്ജക്റ്റീവാണ് മെയിനായിട്ടുള്ളത്, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫങ്ഷൻ ഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റീസൺസ് കുറച്ച് പറഞ്ഞു. ദെൻ പിന്നെ അതിൻ്റെ പവേഴ്സ് പറഞ്ഞിട്ട്